എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലേക്കാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. കിടക്കുന്നതിന് മുൻപ് ഫോൺ നോക്കിയിരിക്കാറുണ്ടോ? സത്യസന്ധമായ മറുപടി പറയണം. ഞാൻ ഇരിക്കാറുണ്ട്. എങ്കിൽ ഈ വാർത്ത നിങ്ങൾക്കുള്ളതാണ്, എനിക്കും ഉള്ളതാണ്. കിടക്കുന്ന സമയം ഏറെ നേരം ഫോൺ ഉപയോഗിച്ചാൽ സ്ഥിരമായി ഉറക്കക്കുറവുണ്ടാകും. എന്താണ് സത്യാവസ്ഥ? അഖിലശ്രീ പറയും. രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ഏറെ നേരം ഫോൺ തോണ്ടിയിരിക്കുന്നവരാണോ നിങ്ങൾ? അതോ TV കണ്ടിരിക്കാറുണ്ടോ? പുസ്തകം വായിക്കാറുണ്ടോ? കിടക്കുന്നതിന് 1 മണിക്കൂർ മുൻപുള്ള സ്ക്രീൻ ടൈം 60% നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കുമെന്നാണ് നോർവേയിൽ നിന്നുള്ള ഒരു പഠനം. വെറുതെ പറയുന്നതല്ല. ഏതാണ്ട് നോർവേയിലെ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് 45,000 പേർക്കിടയിൽ നടത്തിയ പഠനമാണ് ഇതിനാധാരം. കിടക്കുന്നതിന് മുൻപ് സ്ക്രീൻ ടൈം ചെലവഴിച്ചവർക്ക് 3 ദിവസം വരെ ഉറക്കക്കുറവ് അനുഭവപ്പെട്ടെന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തിയത്. ഈ ഉപകരണത്തിൽ നിന്നുള്ള നീല വെളിച്ചം റെറ്റിനയിൽ പതിക്കുകയും ഉറക്കക്രമത്തെ ബാധിക്കുന്ന തലച്ചോറിലെ കോശങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യും. ഇത് ഉണരാനും ഉറങ്ങാനുമുള്ള സമയത്തെയും മൊത്തം ഉറക്കക്രമത്തെയും പ്രതികൂലമായി ബാധിക്കും. വെറും സെക്കൻഡ്സുകൾ മാത്രം ദൈർഘ്യമുള്ള റീലുകൾ നമ്മൾ പടപടയെന്ന് കാണുന്നത് ബ്രെയിൻ ഫോഗിനും കാരണമാകും. എന്താണ് ബ്രെയിൻ ഫോഗ് എന്നല്ലേ? സിമ്പിളായി പറഞ്ഞാൽ കിളിപാറിയ അവസ്ഥ, ഓർമ്മക്കുറവ്, ഏകാഗ്രത കുറവൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്. മാത്രമല്ല, സ്ഥിരമായി നമ്മൾക്ക് ഉറക്കക്കുറവ് വന്നാൽ മൂഡ് സ്വിങ്സ്, ദേഷ്യം, ആൻസൈറ്റി, സ്ട്രെസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഉറക്കക്കുറവിന് ഇനി ഒറ്റ പരിഹാരമേ ഉള്ളൂ. കിടക്കുന്നതിന് മുൻപുള്ള സ്ക്രീൻ ടൈം പൂർണ്ണമായും ഒഴിവാക്കുക. വീഡിയോ ജേർണലിസ്റ്റ് സ്റ്റെബിൻ അജയ്ക്കൊപ്പം റിപ്പോർട്ടർ അഖിലശ്രീ റിപ്പോർട്ടർ. ഇനി ഞാനൊന്ന് ഉറങ്ങട്ടെ. അഖിലശ്രീ എന്തായാലും നല്ല കുട്ടിയായി ഉറങ്ങാനൊക്കെ പോയി. നമ്മൾ പക്ഷേ കുറച്ചുകൂടി നന്നാവാനുണ്ട് എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ അവസാനം ഉപയോഗിക്കുന്നത് ഈ ഫോണായിരിക്കും. സത്യസന്ധമായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, അല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്നൊക്കെ അങ്ങനെ വേണമെങ്കിൽ വീമ്പ് പറയാം. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ ഞാൻ എന്തായാലും ശ്രമിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്.